ಇವರು ಹೇಳಿಸ್ಕೊಂಡು ಮಾತ್ರ ನಿಮಗೆ ಬಿಡ್ತಾರ മോനെ ಇಲ್ಲಿ ಮನೆ ಬರೆ ಹೋಗು മനസ്സിലായോ? കാക്കി ഇട്ടവന്റെ നേരെ കൈ ഓങ്ങിയാൽ നിനക്കൊക്കെ നോവല്ലേ? നിന്ന ഹತ್ರ ഇಟ್ಕೋ, ನಮ್ಮ ಹತ್ರ ಎಲ್ಲ ತೋರ್ಸಕ್ ಬರಲ್ಲ. ഞങ്ങളുടെ നാട്ടിലൊക്കെ പോലീസ് സ്റ്റേഷൻ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു ഡയലോഗ് ഉറപ്പാണ്. അതുകൊണ്ട് അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. എന്നിട്ട് അവളവിടെ ഇല്ല. എവിടെ പോയി? ബന്ധുക്കൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. എവിടേക്ക് അറിയില്ല. എന്തിനാ അവള് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്? ആദ്യം കുറെ വഴക്ക്, പിന്നെ കുറെ സ്നേഹം, ഇപ്പതാ ഒന്നും പറയാതെ എവിടേക്കോ. അവളിനി വരില്ലായിരിക്കുമല്ലടാ. വരാനാണെങ്കിൽ ഈ സമയത്തിനുള്ളിൽ വരണ്ടേ? ഇല്ലടാ, ഇനി അവൾ ഒരിക്കലും വരില്ല. കഴിഞ്ഞതൊക്കെ അവൾക്ക് എളുപ്പം മറക്കാൻ കഴിയായിരിക്കും, പക്ഷെ എനിക്കോ? ഹലോ, ആ ഉണ്ട്, കൊടുക്ക. ആരാ? നാട്ടിൽ നിന്ന് അമ്മയാ. ഹലോ, എന്താ അമ്മേ? ഓ, ഞാൻ ഉടനെ പുറപ്പെടാം. എന്താ? അച്ഛന് അസുഖം കൂടുതലാ, ഉടനെ നാട്ടിലേക്ക് ചെല്ലാൻ. എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം. അധിക ദിവസം ഇവിടെ നിൽക്കാൻ പറ്റില്ല. അമ്മയോടെ തനിച്ചാക്കിയിട്ട് പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ എല്ലാം നിന്റെ ഇഷ്ടം പോലെ. അച്ഛൻ്റെ എൻ്റെ ഇഷ്ടത്തിനൊത്ത് നീ നിന്നിട്ടില്ലല്ലോ. അച്ഛന് വലിയ പ്രതീക്ഷയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വഴി നീ തിരഞ്ഞെടുക്കുന്നു. അമ്മയ്ക്കറിയില്ലേ എനിക്ക് മന്ത്രത്തിലും തന്ത്രത്തിലൊന്നും ഒരു വിശ്വാസമില്ലെന്ന്. നമ്മൾ എന്തൊക്കെ വിചാരിച്ചാലും ഈശ്വരൻ നിശ്ചയിച്ചതേ നടക്കും. എന്ന് പറഞ്ഞ ഈ നാട് ഇതുവരെ കാണാത്ത തരത്തിലുള്ള പന്തലായിരിക്കണം. നാട്ടിൽ നടക്കണ ലൊട്ടിലൊടുക്ക് കല്യാണം പോലെ അല്ലിത്. ഷേണായി മന്ദിരത്തിലെ പെൺകുട്ടിയുടെ കല്യാണമാ, അറിയാലോ? മനസ്സിലായി മനസ്സിലായി എന്ന് പറഞ്ഞാ പോരാ, മനസ്സിലാവണം. അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും ബോംബെയിൽ നിന്നും ഒക്കെയാ ബന്ധുക്കളും സുഹൃത്തുക്കളും VIP മാരും എത്തുന്നത്. ഏൽപ്പിച്ച കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച വന്ന ഷേണായിമാരുടെ സ്വഭാവം അറിയാലോ. നീ ഒന്നും വരുത്തൂലെന്ന് എനിക്കറിയാം. എങ്കിലും എന്റെ സമാധാനത്തിന് വേണ്ടി പറയുക, കല്യാണത്തിന് ഇനി 10-20 ദിവസമേ ഉള്ളൂ. നാളെ തന്നെ പന്തലിന്റെ പണി അങ്ങ് തുടങ്ങിക്കോ. കാലുളിക്കതല്ലടോ, നിന്റെ നാവ് വിളിക്കതാ. പേടിപ്പിച്ചു കളഞ്ഞു മനുഷ്യൻ. എടുത്തു മാറ്റടോ, ജൽദി ജൽദി മാടി. കല്യാണത്തിന് മുമ്പെങ്കിലും തീരുവോ? അത് നോട്ട് കൊണ്ടുപോകൂ, പൊട്ടിക്കരുത്. കുപ്പിയുടെ എണ്ണം എനിക്കറിയാം. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ഒരു വിഷയം മാത്രമേ ബേക്കു സാർ. ദേഗണ്ണക്കാരൻ അമ്പിസ്വാമിയും പന്തലുകാരൻ വക്കച്ചനും വന്നിരുന്നു. ഉണ്ണിയാതിരി പോയിക്കോളൂ, ഞാൻ പുറത്തേക്ക് വരാം. ഉണ്ണിയാതിരി പറഞ്ഞത് നീ കേട്ടല്ലോ. ഒരുക്കങ്ങളൊക്കെ ഇവിടം വരെ എത്തി. എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്ര വലിയ അപരാധമൊന്നും അല്ല. ഗിരിധരന് എന്താ ഒരു കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഇഷ്ടമല്ലാന്നേ പറഞ്ഞുള്ളൂ. കേട്ടോ അവളുടെ അഹങ്കാരം. ഗിരിക്ക് എന്താടി സൗന്ദര്യമില്ലേ, പണമില്ലേ? കുട്ടിക്കാലം മുതൽ നിങ്ങൾ ഒന്നിച്ച് വളർന്നല്ലേ? പോരാത്തേന് നമ്മുടെ ബന്ധുവും. പറയേ, എന്താന്ന് എന്റെ മനസ്സിലെ? എനിക്കൊരാളെ ഇഷ്ടമാ, നിരഞ്ജൻ. അവൻ എന്നെയും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതാ. ഷേണായി മന്ദിരത്തിലെ സ്ത്രീകൾക്ക് സ്വന്തം ഇഷ്ടം നോക്കി തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം എന്റെ കാലശേഷം മതി. ജഗന്നാഥ, വിവാഹം കഴിയുന്നവരെ ഇനി പുറലോകം കാണില്ല. പറഞ്ഞ മുഹൂർത്തത്തില് ഈ മുറ്റത്ത് വരുന്ന പന്തലിൽ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ നിന്റെ കഴുത്തിൽ താലി കെട്ടും.
ഞാനാ നീ